അതെ, ആ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ ക്രിസ്തുവായിരുന്നു. സംഭവം ഇതാണ്. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പാവങ്ങളെ ഏറെ സ്നേഹിക്കുന്ന, പാവങ്ങളെ ഏറെ സഹായിച്ചിട്ടുള്ള വലിയ ഒരു വിശുദ്ധയാണ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത്. രാജ്ഞിയായിരുന്നു. രാജകൊട്ടാരത്തിൽ രാജ്ഞിയായി ജീവിക്കുമ്പോഴും അവൾ പരസ്നേഹ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയായിരുന്നു. പക്ഷേ എന്നാൽ എലിസബത്തിൻ്റെ ഭർത്താവായി ലുഡ്വിക്കിന് ഇത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ലുഡ്വിക്ക് ഇങ്ങനെയുള്ള പരസ്നേഹ പ്രവർത്തനങ്ങൾ എലിസബത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഒരിക്കൽ എലിസബത്ത് വഴിയോരത്ത് കിടക്കുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എലിസബത്തിൻ്റെയും ലുഡ്വിക്കിൻ്റെയും കിടപ്പ് മുറിയിലെ ബെഡിലിരുത്തി പരിചരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവായ ലുഡ്വിക്ക് കുപിതനായി ആ മുറിയിലേക്ക് വരുന്ന ഒരു ഒച്ച എലിസബത്ത് കേൾക്കുകയാണ്. അപ്പോൾ തന്നെ എലിസബത്ത് എന്തു ചെയ്തു? ഭർത്താവിൽ നിന്നും ഈ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കുന്നത് മറച്ചു വയ്ക്കുവാൻ വേണ്ടി അവിടെ കിടന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പെട്ടെന്ന് ഈ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഇട്ടുകൊടുത്തത് മൂടി പുതച്ചു വെച്ചു. അപ്പോൾ ഏതായിരുന്നാലും ഭർത്താവിന് മനസ്സിലായി എലിസബത്ത് ആരെയോ പാവപ്പെട്ട സഹായിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് ഓടി വന്ന് ആ കതക് തുറന്ന് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു സാധനം ബെഡ്ഷീറ്റിൽ മറച്ചിരിക്കുന്നു. പക്ഷേ ഇത് ലുഡ്വിക്കിന് മനസ്സിലായി ഇത് എലിസബത്ത് തന്നെ പറ്റിക്കാൻ വേണ്ടി മറച്ചു വെച്ചിരിക്കുന്നതാണ്. ലുഡ്വിക്ക് എന്ത് ചെയ്തെന്ന് അറിയാമോ? കുപിതനായി ഓടി വന്ന് ആ ബെഡ്ഷീറ്റ് പെട്ടെന്ന് വലിച്ചു മാറ്റുന്ന സമയത്ത് ലുഡ്വിക്ക് കാണുന്ന കാഴ്ച, അവിടെ ക്രിസ്തു കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ഞെട്ടിപ്പോയി, ഈ ബെഡ്ഷീറ്റിനുള്ളിൽ ക്രിസ്തുവോ? അപ്പോഴാണ് ലുഡ്വിക്കിന് ഒരു കാര്യം മനസ്സിലായത്. എലിസബത്ത് പാവങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് ഈശോയെ തന്നെയാണ് സഹായിച്ചിരുന്നതെന്നും ആ പാവങ്ങളിൽ ക്രിസ്തുവുണ്ട് എന്നും ലുഡ്വിക്കിന് മനസ്സിലാവുകയും അദ്ദേഹം മാനസാന്തരപ്പെടുകയും പിന്നീടുള്ള എലിസബത്തിൻ്റെ എല്ലാ പരസ്നേഹ പ്രവൃത്തികളിലും ലുഡ്വിക്ക് എലിസബത്തിനെ സഹായിക്കുകയും ചെയ്തു. മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രൂസൈഡുകളിലും കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും സഭയ്ക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടുകൂടി സഹായിക്കുകയും ചെയ്തു. പാവങ്ങളിൽ ക്രിസ്തുവുണ്ട് എന്ന് നമ്മൾ കേട്ട് തഴമ്പിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇവിടെ ക്രിസ്തുവിനെ പരിചരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ മുഖം പാവങ്ങളിൽ യഥാർത്ഥത്തിൽ കാണുകയാണ്. ഈശോ പറഞ്ഞു, ഈ പാവപ്പെട്ടവരിൽ ഒരുവനെങ്കിലും നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതെ, നമ്മൾ ചെയ്യുന്ന ഓരോ പരസ്നേഹ പ്രവൃത്തിയും ഓരോ സഹായവും ക്രിസ്തുവിന് ചെയ്യുന്നതായി നമ്മൾ മനസ്സിലാക്കുക. മിസ്റ്റിക്കലി, ഇൻവിസിബിളി ക്രിസ്തു ഓരോ ദരിദ്രനിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, നമ്മളുടെ കർദിനാൾ ജോർജ് കൂവക്കാട്ട് കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വത്തിക്കാനിൽ വെച്ച് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് അഭിമന്യ കർദിനാൾ ജോർജ് കൂവക്കാട് പറഞ്ഞ ഒരു സെൻറ്റൻസ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ക്രിസ്തുവിൻ്റെ കണ്ണുനീര് പാവങ്ങളുടെ കണ്ണുനീര് തന്നെയാണ്. പാവങ്ങളുടെ കണ്ണുനീരിൽ ഒളിഞ്ഞിരിക്കുന്നത് കുരിശിതനായ ക്രിസ്തുവിൻ്റെ കണ്ണുനീര് തന്നെയാണ്. വാസ്തവത്തിൽ എത്രയോ സത്യമാണിത്. ഓരോ പാവങ്ങളിലും ക്രിസ്തു മറഞ്ഞിരിക്കുന്നുണ്ട്. ഓരോ മുറിവേറ്റവനിലും ക്രിസ്തു മറഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് ഇപ്രകാരം പ്രാർത്ഥിച്ചത്: ഈശോയെ, ഓരോ മുറിവിലും ഓരോ മുറിവേറ്റവരിലും അങ്ങ് തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് എന്നെ പഠിപ്പിക്കണമേ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കുഷ്ഠരോഗികൾ, ഭിക്ഷക്കാർ, അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ദരിദ്രർ, പാവപ്പെട്ടവരൊക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? വഴിയരികിൽ മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടന്ന ഒരു വ്യക്തിയെ സഹായിച്ച സമരിയാക്കാരൻ്റെ കഥ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കഥയായിട്ട് വേണം നാം മനസ്സിലാക്കുക. നമുക്ക് ചുറ്റുപാട് മുറിവേറ്റവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, സഹായം പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവരിൽ ക്രിസ്തു മറഞ്ഞിരിക്കുന്നുണ്ട്. അവരെ സഹായിക്കുമ്പോൾ ഈശോയെയാണ് നാം സഹായിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കണം. കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ക്ലാസ്സുകളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടായിരിക്കാം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരുണ്ടായിരിക്കാം. പഠിക്കാൻ കഴിവില്ലാത്തവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ള കുട്ടികളെ കൂട്ടുകാരായി ചേർത്ത് നിർത്തുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെയാണ് നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്. അത് ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന തന്നെയാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മുടെ സഹായം പ്രതീക്ഷിക്കുന്ന, വേദനിക്കുന്ന, ആരോടും പങ്കുവെക്കാത്ത രഹസ്യ ദുഃഖങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം. അവരുടെ കണ്ണുനീര് കാണുമ്പോൾ, അവരുടെ വിഷമം കാണുമ്പോൾ
പറ്റുന്ന രീതിയിൽ അവരെ സഹായിച്ചാൽ അത് ദൈവത്തിൻ്റെ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഏറ്റവും വലിയൊരു ഡെപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, മറ്റുള്ളവരിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. മറ്റുള്ളവരുടെ മുഖത്ത് ക്രിസ്തുവിൻ്റെ കണ്ണുകൾ കാണുവാൻ എന്നെ പഠിപ്പിക്കണമേ. വേദനിക്കുന്നവരിലും മുറിവേറ്റവരിലും രോഗികളിലും ക്രിസ്തു ഒളിഞ്ഞിരിക്കുന്നുവെന്ന സത്യം എന്നെ പഠിപ്പിക്കണമേ. അവരെ അങ്ങയെപ്പോലെ സ്നേഹിക്കുവാൻ, അവരെ അങ്ങയെപ്പോലെ ചേർത്ത് നിർത്തുവാൻ എന്നാൽ ആവുന്ന വിധത്തിൽ ചെറിയ ചെറിയ സഹായങ്ങൾ, വലിയ വലിയ സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ ഉള്ള കരുത്തും കൃപയും എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുക മാത്രമല്ല, അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ.